വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ ജെസി ആണ് സംസാരിക്കുന്നത്. എല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSLC എക്സാമിനകത്ത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കളെ, ഇത് നിർബന്ധമായും പഠിക്കണം. ഇത് പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാമിന് പോകാൻ പാടില്ല. നമുക്ക് പ്രധാനമായും നമ്മുടെ നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ദേശീയ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദേശീയ സമരം അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ് പഠിക്കുമ്പം ഇത് പഠിക്കാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. ചെറിയ ക്ലാസ്സുകൾ മുതലേ ഈ ടോപ്പിക്കുകൾ പലതരത്തിലേക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്താണ് നമ്മുടെ ടോപ്പിക് എന്നറിയോ? നമ്മൾ പഠിക്കാൻ പോകുന്നത് 1887 കലാപത്തിനെ കുറിച്ചാണ്. കലാപക്കാരെ, നിങ്ങൾ വികാരമില്ല, പ്രേമത്തടങ്കിലാക്കോ ഞാനോ ഇടംബലം. പിരാന്ത് മൂളിൽ നിങ്ങൾ സരാരി ചെയ്താൽ നിങ്ങൾ സവാരി ചെയ്യാൻ പോന്നോളൂ. ഓക്കെ, എല്ലാ ആൾക്കാരും പോന്നോളൂ. നമ്മൾ പഠിക്കാൻ പോവാണ് 1887 കലാപത്തിനെ കുറിച്ച്. നിങ്ങൾ ഓക്കെ അല്ലേ, റെഡി അല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. പ്രധാനമായും ഈ ഒരു 1887 കലാപം അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇന്ത്യക്കാർ ഇതിനെ വിളിക്കുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സോ ദ റിവോൾട്ട് ഓഫ് 1857 ഈസ് നോൺ ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. പഠിച്ചു വെച്ചോളുക. ഇനി നിങ്ങൾ കാണേണ്ടത് എന്തായിരുന്നു ഇതിന്റെ റീസൺസ്, എന്തായിരുന്നു ഇതിന്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് ഇതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ ദ കോസസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് 1857. അപ്പൊ നിങ്ങൾ നോക്ക്, ഇതിന്റെ പ്രധാനപ്പെട്ട കോസസ് അല്ലെങ്കിൽ വിവിധ കാരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായി കാരണങ്ങൾ നോക്കുന്ന സമയത്ത് 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എത്രയാണ്? 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, മിസറീസ് ഓഫ് ഫാമേഴ്സ് ആണ്. ആ കാലഘട്ടത്തിലെ കർഷകരുടെ ദുരിതങ്ങളാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഈ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കർഷകരായിരുന്നു. ഈ നിങ്ങൾക്ക് അറിയുന്നതാണ്, അന്ന് ബ്രിട്ടീഷുകാർ ഒരുപാട് അവരുടെ ടാക്സ് കൊണ്ടുവന്നിരുന്നു, ഒരുപാട് നികുതികൾ കൊണ്ടുവന്നിരുന്നു. ആ നികുതിയുടെയൊക്കെ തന്നെ ഭാരം ഏൽക്കേണ്ടി വന്നതാരാണ്? നമ്മുടെ പ്രധാനപ്പെട്ട ഫാമേഴ്സ് ആയിരുന്നു, കർഷകരായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, സോ ദ ഇമീഡിയറ്റ് വിക്ടിംസ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഫാമേഴ്സ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരായിരുന്നു അവരുടെ പെട്ടെന്നുണ്ടായിരുന്ന ആ ബ്രിട്ടീഷുകാരുടെ ഇരകളായി തീർന്നത് ഇവർ തന്നെയായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത് നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ കർഷകരുടെ പ്രശ്നമല്ലാതെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? പോവേർട്ടി ഓഫ് ക്രാഫ്റ്റ്മാൻ ആണ്. ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ കരകൗശല തൊഴിലാളികളാണ്. മക്കളെ, നിങ്ങൾക്കറിയുന്നതാണ്, ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് അവരുടെ കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറിയ കുടിൽ വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, തകരുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അതിവിടെ വിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരുടെ സാധനങ്ങളൊന്നും ആരും വാങ്ങിക്കാതായി. ഇന്ത്യൻ പ്രൊഡക്റ്റുകൾക്ക് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ നിങ്ങൾ കണ്ടത് ആ കാലഘട്ടത്തിൽ വലിയ തരത്തിലേക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ക്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കരകൗശല തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കൊടും പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. പലപ്പോഴും അവരുടെ ജോലി ഉപേക്ഷിച്ച് അവരെന്ത് ചെയ്യാണ്, മറ്റു പല ജോലികളിലേക്കും പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രശ്നം. ഇനി നിങ്ങൾ കാണാൻ പറ്റുന്നത് മൂന്നാമത്തെ പ്രശ്നമാണ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ് ആണ്. പ്രധാനമായിട്ടും രാജാക്കന്മാരുടെ പ്രശ്നങ്ങളായിരുന്നു. നിങ്ങൾ കണ്ടത് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരും സേഫ് ആയിരുന്നില്ല, അവരും പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ചില നിയമങ്ങളാണ്. അതിലൊന്നാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് നിങ്ങൾക്കറിയാം, ദത്താവകാശ നിരോധന നിയമം. അതുപോലെ തന്നെ സബ്സിഡറി അലൈൻ സിസ്റ്റം ഉണ്ട്, സൈനിക സഹായ വ്യവസ്ഥ. ഈ 2 പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പദ്ധതി പ്രകാരം ഈ പറയുന്ന രാജാക്കന്മാരുടെ ജീവിതം എന്താണ്, ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് അടിമപ്പെടുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോരുന്നത്. നിങ്ങൾക്കറിയുന്നതാണ്. അങ്ങനെ ഈ പറഞ്ഞ രാജാക്കന്മാർക്കും അധികാരമില്ലാതെ ബ്രിട്ടീഷുകാർ പറയുന്നത് കേട്ട് ഒരു പാവയായി മാറേണ്ട ഒരവസ്ഥയാണ് രാജാക്കന്മാരുടെ അവസ്ഥയും വന്നിട്ടുള്ളത്. അപ്പം അതുമാണ് രാജാക്കന്മാർ എന്ത് ചെയ്യുന്നത്, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ലാസ്റ്റ് വൺ ആണ് മിസറീസ് ഓഫ് ദി സിപ്പോയ്സ് ആണ്. ഈ ഒരു 1857 റിവോൾട്ട് 1887 കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായ കാരണം ശിപ്പായിമാരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ശിപ്പായിമാരിൽ നിന്നും എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ പുതിയൊരു തോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ തോക്കിന്റെ പേരാണ് എൻഫീൽഡ് റൈഫിൾസ് എന്നാണ്. എന്താ പേര്? എൻഫീൽഡ് റൈഫിൾസ് ആണ്. എന്തായിരുന്നു ഇതിന്റെ പ്രത്യേകത?
പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻഫീൽഡ് റൈഫിൾസിന്റെ കാട്രിഡ്ജ് ഉണ്ടല്ലോ, കാട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മുടെ തിരയാണ്, ഉണ്ടയാണ്. ഈ പറയുന്ന കാട്രിഡ്ജ്, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഈ എൻഫീൽഡ് റൈഫിൾസിന്റെ കാട്രിഡ്ജ് അല്ലെങ്കിൽ തിരക്ക് അന്ന് ഒരു റൂമർ പരക്കുകയാണ്, അന്നൊരു റൂമർ പറക്കുന്നു. അതായത് ഈ കാട്രിഡ്ജിന്റെ മുകളിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കവറിങ്, ഒരു കോട്ടിങ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു റൂമർ എന്ത് ചെയ്യുന്നുണ്ട്? ആ സമയത്ത് പ്രചരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഈ പറയുന്ന ഈ പശു അതുപോലെ തന്നെ എന്താണ് പന്നി, ഈ പറയുന്ന പശു പന്നി എന്ന് പറയുന്ന സമയത്ത് ഈ സിപ്പായിമാരിൽ തന്നെ നിങ്ങൾ കണ്ടത് മുസ്ലിംസും ഉണ്ട്, അതുപോലെ തന്നെ ആരും ഉണ്ട്? ഹിന്ദുസും ഉണ്ട്. അപ്പോൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് എന്ന് പറയുന്ന സമയത്ത് ഈ രണ്ടാളുകളുടെയും മതത്തിന് എന്ത് ചെയ്യാണ്? അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്കുള്ളിൽ ഉണ്ടാക്കുകയാണ്. അതായത് ഇവരുടെ മതത്തിനൊരു എതിരായിട്ടുള്ള കാര്യമാണ് അല്ലേ? പശുവിനെ കൊല്ലുക എന്ന് പറയുമ്പം ഈ പറയുന്ന ഹിന്ദുസിനായിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമായിരിക്കും. സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതേപോലെ തന്നെ നമ്മുടെ ഈ പന്നിയുടെ കൊഴുപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ്? ഈ പറയുന്ന മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്തായിരിക്കും? അവർക്ക് ആ കാലഘട്ടത്തിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ അവർ പറയാണ് ഞങ്ങൾ എന്തില്ല, ഇത് ഉപയോഗിക്കില്ല. ശിപ്പായിമാർ പറയാണ് ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല, കാരണം ഞങ്ങളുടെ ഒരു മതത്തിന് എതിരാണ്, ഞങ്ങൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഇത് നിങ്ങൾ ഉപയോഗിക്കണം, നിർബന്ധമായി ഉപയോഗിക്കണം എന്നെന്ത് ചെയ്യാണ്? അവരെ ഫോഴ്സ് ചെയ്യാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ഈ ഉണ്ടായിരുന്ന സമയത്താണ് നിങ്ങൾ കണ്ടത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ഓഫീസർ, ബരാക്പൂരിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? ഇതുപോലെ തന്നെ ഫോഴ്സ് ചെയ്യാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്തിരുന്ന തൻ്റെ ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തുകൊണ്ട് 1857 കലാപത്തിന് തുടക്കം കുറിക്കുന്ന ആളാണ് ആര്? മംഗൾ പാണ്ഡെ. അങ്ങനെ മംഗൾ പാണ്ഡെ ഈ കലാപത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടക്കം കുറിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ബരാക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബരാക്പൂരിലാണ് മംഗൾ പാണ്ഡെ ഇത് എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിക്കുന്നത്. മക്കളെ, ഈ ഒരു കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നാണ് ആരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ഈ ഒരു മംഗൾ പാണ്ഡെയെ വിളിക്കുന്നത് ദ ഫസ്റ്റ് മാർട്ടിർ ഓഫ് 1857 റിവോൾട്ട്. 1857 കലാപത്തിലെ ആദ്യ രക്തസാക്ഷിയായിട്ടാണ് മംഗൾ പാണ്ഡെ. കാരണം മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിനെ കൊന്നുകളയുന്നുണ്ട്. അപ്പം മംഗൾ പാണ്ഡെയാണ് ആദ്യ രക്തസാക്ഷിയാണ് കേട്ടോ. ഈ ഒരു കലാപത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ, ഫസ്റ്റ് മാർട്ടിർ ഓഫ് റിവോൾട്ട് ഓഫ് 1857. ഓർത്ത് വെച്ചോളുക. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്. ഈ രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇത് ദത്തവകാശ നിരോധന നിയമമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതാണ് സബ്സിഡിയറി അലയൻസ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ രാജാക്കന്മാർ എന്ത് ചെയ്യാണ്? മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ കലാപം എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നയിക്കുകയാണ്. അപ്പം വലിയ തരത്തിലേക്കുള്ള ഒരു കലാപം എന്ത് ചെയ്യാണ്? നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ആകമാനം എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരെ വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് ഈ പറയുന്ന ബഹദൂർ ഷാ സെക്കൻഡ്, അതുപോലെ തന്നെ റാണി ലക്ഷ്മിഭായ്, താന്തിയ തോപ്പി, അതുപോലെ ബീഗം ഹസ്രത് മഹൽ, നാനാ സാഹിബ് തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ആ ഒരു കലാപം നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അത് ഉണ്ടായിരുന്നത്. ആ പ്രധാനപ്പെട്ട കലാപം നടന്നിരുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെന്റേഴ്സ് ഓഫ് റിവോൾട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഡൽഹി, ഝാൻസി, ലക്നൗ, കാൺപൂർ, ഫൈസാബാദ്. അപ്പൊ ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു ഡൽഹിയിൽ കലാപം നയിച്ചത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി ആണ് കലാപം നയിച്ചത്. അതുപോലെ ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത് മഹലാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. കാൺപൂർ ആണെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് ആ കലാപം നയിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈസാബാദ് ആണെങ്കിൽ മൗലവി അഹമ്മദുള്ളയാണ് ആ കലാപം നയിച്ചിട്ടുണ്ടായിരുന്നത്. മക്കളെ, ഇത് നോക്കൂ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചോളണം. ഈ ഒരു സ്ഥലങ്ങളൊക്കെ പഠിച്ചു വെച്ചോളണം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണമെങ്കിൽ ഇത് നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ ഒരു ട്രിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാവുന്നതാണ്. സിമ്പിൾ ട്രിക്ക് വേറെ ഒന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു പാട്ടാണ്. ആ പാട്ടിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാം. ജസ്റ്റ് ആ പാട്ടാണ്, ഒന്ന് പാടി നോക്കാം. മകൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയുമേ. ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ഡൽഹി ബഹദൂർ ഝാൻസി റാണി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലും, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പിയുമേ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയുമേ. അങ്ങനെ ഒരു പാട്ടിലൂടെ ആ ഒരു കലാപത്തിൻ്റെ, ആ ഒരു റിവോൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും അവരുടെ സ്ഥലങ്ങളും നമ്മൾ എത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മക്കളെ, ഇനി നോക്ക്, ആ കലാപം ഇന്ത്യയിൽ പടരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ വലിയ തരത്തിലേക്കുള്ള ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ട്. ഏകദേശം കോടിക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ
പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഒരുപാട് പട്ടിണി മരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ആ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും, എല്ലും തോലുമായ മനുഷ്യരുടെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ കണ്ടത് ഇതുകൊണ്ട് എന്താണ് റിസൾട്ട്, ഈ ഒരു റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്താണ്, എന്ത് ഫലമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, എന്ത് ഫലമാണ് നമുക്ക് കിട്ടിയത് മക്കളെ? ഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടത് അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് കമ്പനിയാണ്, കമ്പനി ഭരണമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ആ ബ്രിട്ടീഷ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കമ്പനി ഭരണത്തിൽ നിന്നും നമ്മൾ നേരിട്ട് എന്തായി രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഈ പറഞ്ഞ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നേരിട്ടുള്ള രീതിയിലേക്ക് നിയന്ത്രണത്തിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഇന്ത്യയെ ഏറ്റെടുത്തു. അപ്പോൾ ഒരു ചോദ്യമാണ്, സ്വാഭാവികമായിട്ടും അത് നല്ലതായിരിക്കുമല്ലോ, നമ്മളൊരു ഏറ്റെടുക്കുക, ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമല്ലേ, നമുക്ക് ഉപകാരമല്ലേ എന്നുള്ളതാണ്. മക്കളെ, പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല. ബ്രിട്ടീഷുകാർ അത് ഏറ്റെടുത്തു അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി അത് ഏറ്റെടുത്തു എന്നല്ലാതെ ചൂഷണത്തിന് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷന് ഒരു കുറവും വന്നിട്ടില്ല. അത് പിന്നീട് കൂടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവോൾട്ട് ഓഫ് 1857 കുറിച്ച് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ ഇത്രയുമാണ്. നിർബന്ധമായും ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ചോളണം. എന്നിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എക്സാമിന് നിങ്ങൾ എഴുതുകയും വേണം. അപ്പം മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമൻറ്റുകൾ എന്നുള്ളത് തന്നെയാണ് എൻ്റെയൊക്കെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റുകൾ എഴുതുക, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുക. നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബൈ.